നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗരുഡ പുരാണവും വിഷ്ണു പുരാണവും പറയുന്നത് കർക്കിടക വാവിന് 7 ദിവസം മുന്നേ നമ്മുടെ പൂർവികന്മാർ, നമ്മളുടെ പിതൃക്കന്മാർ സ്വർഗവാതിൽ മലർക്ക തുറന്ന് നമ്മളെ കാണാനായി ഈ ഭൂമിയിലേക്ക് എത്തും എന്നുള്ളതാണ്. പിതൃക്കന്മാരുടെ സാന്നിധ്യം വാവിന് 3 ദിവസം മുന്നേ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിലുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വാവ് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ, വാവിൻ്റെ ദിവസവും ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് പറയുന്നത്. ഈ വസ്തുക്കൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് പിതൃകോപത്തിനിടയാകും, പിതൃക്കളുടെ അപ്രീതിക്കിടയാവുകയും നമ്മളുടെ ജീവിതത്തിൽ പിതൃകോപം മൂലം ദുഃഖ ദുരിതങ്ങൾ കടന്നു വരികയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് വാവ് അടുത്ത് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ, അതായത് വരുന്ന ദിവസങ്ങളിൽ, നാളെ മറ്റന്നാൾ വാവ് ദിവസം ഒക്കെ യാതൊരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന 10 വസ്തുക്കൾ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളതാണ്. അത് പിതൃദോഷത്തിന് കാരണമാകും. ആരെങ്കിലും അറിയാതെയെങ്കിലും ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം കേട്ടോ. വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ്. കർക്കിടക വാവ് അടുത്ത് നിൽക്കുന്ന, വാവ് ഉദിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതാണ്. 10 കാര്യം ഞാൻ പറയാം. ആരെങ്കിലും അറിയാതെ ഈ വസ്തുക്കൾ വരുന്ന ദിവസങ്ങളിൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എള്ളാണ്. എള്ള് എന്ന് പറയുന്നത് പിതൃപൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യമാണ്. പിതൃധാന്യമായിട്ട് കണക്കാക്കുന്ന വസ്തുവാണ് എള്ള് എന്ന് പറയുന്നത്. എള്ള് നിങ്ങൾ കടയിൽ നിന്ന് വാണിജ്യ ആവശ്യമായിട്ട് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. കടയിൽ കൊടുക്കൽ വാങ്ങലുകൾ കച്ചവടമായി നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എള്ള്, നിങ്ങളുടെ വീട്ടിലോ അടുക്കളയിലോ നിങ്ങളുടെ വീടിനുള്ളിലോ ഇരിക്കുന്ന എള്ള് ദാനമായിട്ടോ മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കാനോ പാടില്ല എന്നുള്ളതാണ്. പൂജ അല്ലെങ്കിൽ ഈ പിതൃകർമ്മങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന എള്ള് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ മറ്റൊരാൾ വന്ന് ചോദിക്കുന്ന സമയത്ത് എള്ള് കൊടുക്കാനോ മറ്റൊരാളുടെ ഭവനത്തിൽ നിന്ന് എള്ള് വാങ്ങാനോ ഈ വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് പാടില്ല. ഈ വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് എള്ള് കൈമാറ്റം ചെയ്യുന്നത് പിതൃദോഷം വിളിച്ചു വരുത്തും എന്നാണ് സങ്കല്പം. ഇതാണ്, എള്ളാണ് ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിലവിളക്കാണ്. ഈ വാവ് പ്രമാണിച്ച് ഒരുപാട് ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലും അടുത്തുള്ള വീടുകളിലും കുടുംബ വീടുകളിലും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. യാതൊരു കാരണവശാലും നമ്മളുടെ വീട്ടിലെ വിളക്ക് മറ്റൊരു ഭവനത്തിലെ, അതിപ്പോൾ നമ്മളുടെ ബന്ധുവീടാണെങ്കിൽ പോലും മറ്റൊരു ഭവനത്തിലെ പൂജാ ആവശ്യങ്ങൾക്കായിട്ട് വാവ് ദിവസമോ വാവ് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിലോ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. പലരും ഈ കുടുംബത്ത് പൂജകൾ, ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയലത്ത് വീട്ടിലൊക്കെ പൂജകൾ നടക്കുന്ന സമയത്ത് വിളക്ക് തികയാതെ വരുമ്പം അടുത്തുള്ള വീട്ടിൽ നിന്ന് വിളക്ക് വാങ്ങിക്കും. അവിടെ ചിലപ്പോൾ 3ഓ 4ഓ വിളക്കൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിളക്ക് തരാൻ പറഞ്ഞിട്ട് ചിലപ്പം വാങ്ങിക്കൊണ്ടു. വിളക്ക് ഒരു കാരണവശാലും വാവിൻ്റെ സമയത്ത് കൊടുക്കരുത്. നിങ്ങൾ വേറെ ഏത് സമയത്ത് വേണമെങ്കിലും വിളക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തോളൂ. പക്ഷേ വാവ് സമയത്ത്, വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, തിരുവാവ് ദിവസം ഒരു കാരണവശാലും വിളക്ക് കൈമാറ്റം ചെയ്യാനോ കൊടുക്കൽ വാങ്ങലുകൾ നടത്താനോ, കൊടുക്കുന്ന ആളിനും ദോഷമാണ്, സ്വീകരിക്കുന്ന ആളിനും ഒരുപോലെ ദോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിലവിളക്ക് അഥവാ വിളക്കാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. യാതൊരു കാരണവശാലും ദോഷം വിളിച്ചു വരുത്തരുത്. മരിച്ചുപോയവരുടെ വസ്തുക്കൾ, ചിത്രങ്ങൾ, ആഭരണങ്ങൾ, മരിച്ചുപോയവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഇതൊന്നും ഈ വാവടുത്ത് നിൽക്കുന്ന സമയത്ത് കൈമാറ്റം ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മുൻഗാമികളായിട്ടുള്ള മരിച്ചുപോയ, മൺമറഞ്ഞുപോയ വ്യക്തികൾ ഉപയോഗിച്ച് പല വസ്തുക്കൾ, പല സാധന സാമഗ്രികളുണ്ടാവും. പലരും വന്ന് ചോദിക്കും, അതൊന്ന് തരാമോ, അല്ലേ അത് എടുത്തോട്ടെ എന്നൊക്കെ. ചിലപ്പോൾ നിങ്ങൾ വാവാണെന്ന് പോലും ചിന്തിക്കില്ല, നിങ്ങൾ എടുത്തു കൊടുക്കും. ഒരു കാരണവശാലും ഈ ഒരു പിതൃക്കളുടെ സാന്നിധ്യമുള്ള ഈ സമയത്ത് മരിച്ചുപോയവരുടെ വസ്തുക്കൾ
കൈമാറ്റം ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് അവരുപയോഗിച്ച കണ്ണടയായിക്കൊള്ളട്ടെ, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളായിക്കൊള്ളട്ടെ, ആഭരണങ്ങളായിക്കൊള്ളട്ടെ, ചിത്രങ്ങളായിക്കൊള്ളട്ടെ, അവരുപയോഗിച്ചിരുന്ന എന്ത് തരം വസ്തുക്കളും ആയിക്കൊള്ളട്ടെ, വസ്ത്രങ്ങളായിക്കൊള്ളട്ടെ, അതൊന്നും വീട്ടിലിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനോ അത് മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കാനോ കൊടുക്കൽ വാങ്ങൽ നടക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. വാവ് കഴിയട്ടെ, വാവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത്, വാവ് കഴിഞ്ഞ് കർക്കിടകം ഒന്ന് കഴിഞ്ഞോട്ടെ, കർക്കിടകം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ വാവ് സമയത്ത് ചെയ്യരുത്, ദോഷമാണ് എന്നുള്ളതാണ്. അടുത്തത് 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപ്പ്, മഞ്ഞൾ, അരി. മഹാലക്ഷ്മി കുടികൊള്ളുന്ന 108 വാസസ്ഥാനങ്ങളിൽ 3 ഉപ്പ്, മഞ്ഞൾ, അരി എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കുന്ന 108 സ്ഥാനങ്ങളിൽ 3 ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് ഉപ്പ്, മഞ്ഞൾ, അരി എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആര് വന്ന് കടം ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. കടവായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വീട് മുടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. അഥവാ വന്ന് ചോദിക്കുകയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാനമായി കൊടുക്കാം, അല്ലെങ്കിൽ വിലയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഒരിക്കലും കടമായിട്ട് കൊടുക്കരുത്. നിങ്ങൾ ദാനമായിട്ട് അങ്ങ് കൊടുത്തോളൂ, അതിൽ വരുന്ന നഷ്ടം വരട്ടെ. ഒരിക്കലും കടം കൊടുത്തിട്ട് പിന്നെ അവരത് തിരിച്ചു കൊണ്ടു തരുന്ന രീതിയിൽ ആയി പോകരുത് എന്നുള്ളതാണ്. അഥവാ കൊടുത്താലും പറയണം, വാവടുത്ത് നിൽക്കുകയാണ്, ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദാനമായിട്ട് വേണം കൊടുക്കാനായിട്ട്. യാതൊരു കാരണവശാലും അത് കടവായിട്ട് കരുതരുത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഉപ്പ്, മഞ്ഞൾ, അരി മഹാലക്ഷ്മി കുടികൊള്ളുന്ന 3 കാര്യങ്ങളാണ്, 3 വസ്തുക്കളാണ്. കടമായിട്ട് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. കഴിയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുക. ആരുടെ അടുത്തുനിന്നും കടമായിട്ട് വാങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വാവടുത്ത് നിൽക്കുകയാണ്. ഒരു കാരണവശാലും പുതുവസ്ത്രങ്ങൾ, പുതുവസ്തുക്കൾ ശുഭകാര്യങ്ങൾക്ക് പറ്റിയ സമയമല്ല എന്നുള്ളതാണ്. ഈ ഒരു കർക്കിടക വാവ് കഴിയുന്നത് വരെയുള്ള ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല എന്നുള്ളതാണ്. അതായത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ, പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ, വാഹനം വാങ്ങാൻ, പുതിയ വസ്തുവകകൾ വാങ്ങാൻ, വീട് പണി തുടങ്ങാൻ, ഇങ്ങനെയൊക്കെയുള്ള ശുഭകാര്യങ്ങൾക്ക് ശുഭസമയമല്ല. പ്രത്യേകിച്ചും വാവിന് എല്ലാവരും എടുത്തു പറയും കോടി വസ്ത്രം ഇട്ടുകൊണ്ട് വാവിന് ബലിയിടാൻ പോകരുതെന്ന് പറയും. കോടി വസ്ത്രം, പഴയ വസ്ത്രം അലക്കി തേച്ചതേ ഇട്ടുകൊണ്ട് പോകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും പുതുവസ്ത്രം വാങ്ങാൻ, പുതുവസ്ത്രം അണിയാൻ, അല്ലെങ്കിൽ പുതിയ ആഭരണ ആടകൾ വാങ്ങാനായിട്ട് ഒന്നും പാടില്ല. ദോഷമായിട്ടുള്ള സമയമാണ്. അത്തരത്തിൽ സ്വീകരിക്കാതിരിക്കുക. ആരെങ്കിലും സമ്മാനമായിട്ട് കൊണ്ടു തന്നാൽ പോലും സ്വീകരിക്കാതിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഉചിതമായിട്ടുള്ള കാര്യം. വാവ് സമയമാണ്. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരുവാവ് ദിവസം, കർക്കിടക വാവ് ബുധനാഴ്ച ദിവസം 12-ാം തീയതി ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രം, കഴുകാത്ത വസ്ത്രം, അല്ലെങ്കിൽ തലേന്നിട്ട അല്ലെങ്കിൽ മുന്നേ ഇട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ. അതിൽ പരമൊരു ദോഷം ഇല്ല എന്നുള്ളതാണ്. വീട്ടിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ നിൽക്കുമ്പം അലക്കി തേച്ച് ശുദ്ധമായ വസ്ത്രം രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുക. പിതൃക്കന്മാർ വരുന്ന സമയത്ത് ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും നിൽക്കരുത്. അത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വഴിക്ക് പോകുന്നത്, പല കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ദുരിതം വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. അടുത്തത് 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് തുളസി, നെല്ലി, തെച്ചി, മഞ്ഞൾ, അശോകം, കൂവളം, ഈ പറയുന്ന വൃക്ഷലതാദികൾ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഈ വാവടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ പുണ്യസസ്യങ്ങൾ, നാരായണ സസ്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദാനമായിട്ടോ കടമായിട്ടോ അല്ലാതെ വീട്ടിൽ നിൽക്കുന്ന പറിച്ചു കൊടുക്കാനോ ഒന്നും പാടില്ലാത്ത സമയമാണ്. നമ്മളുടെ മണ്ണിൽ ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ പുണ്യസസ്യങ്ങൾ, വ്യക്തമായിട്ട് പറയാം, തുളസി, നെല്ലി, തെച്ചി, അശോകം, കൂവളം, മഞ്ഞൾ ഈശ്വര സസ്യങ്ങളാണ്, പുണ്യ സസ്യങ്ങളാണ്. നമ്മളുടെ മണ്ണിന് ഐശ്വര്യം പകർന്നു നിൽക്കുന്ന സസ്യങ്ങളാണ്. പറിച്ചു കൊണ്ടുപോകാനോ വീട്ടിൽ മറ്റൊരാൾ കയറി പറിക്കാനോ നിങ്ങൾ തന്നെ അത് പറിച്ചു മറ്റൊരാൾക്ക് നൽകാനോ ഒന്നും പാടില്ലാത്ത സമയമാണ് ദോഷമായി മാറുന്നത്. നമ്മളുടെ ഐശ്വര്യത്തെ നമ്മൾ കാലുകൊണ്ട് തട്ടി എറിയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വാവ് ദിവസങ്ങളിൽ, ഈ ഒരു വാവ് അടുത്ത് നിൽക്കുന്ന പിതൃസാന്നിധ്യമുള്ള ദിവസങ്ങളിൽ ഈ പുണ്യസസ്യങ്ങൾ പറിച്ചു മാറ്റുന്നത്, മറ്റൊരാൾക്ക് നൽകുന്നത് എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കൂ, മഞ്ഞൾ, തുളസി, നെല്ലി, തെച്ചി, അശോകം, കൂവളം ഈ സസ്യങ്ങൾ പറിക്കരുത് എന്നുള്ളത്. അടുത്തത് 8-ാമത്തെ കാര്യം എന്ന് പറയുന്നത്
സ്ത്രീകളോടാണ്. നിങ്ങളുടെ സിന്ദൂരച്ചെപ്പ്, ആഭരണങ്ങൾ ഇതൊന്നും കൈമാറി ഉപയോഗിക്കരുത്. എന്താണ് കൈമാറി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളുടെ സിന്ദൂരച്ചെപ്പിൽ നിന്ന്, ഒരു വീട്ടിൽ തന്നെ ചിലപ്പം 2-3 സുമംഗലികളായിട്ടുള്ള സ്ത്രീകളുണ്ടാവും. അപ്പം അമ്മയും മകളും ഉണ്ടാകും, അല്ലെ അമ്മയും മരുമകളും ഉണ്ടാകും. അപ്പം അവർ സുമംഗലികളാണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ സിന്ദൂരച്ചെപ്പിൽ നിന്ന് ഈ സിന്ദൂരം അണിയുന്നത് ഇത് വളരെ ദോഷമായിട്ടുള്ള കാര്യം. വാവ് അല്ലെങ്കിൽ ദോഷമാണ്, വാവിനത് ഇരട്ടി ദോഷമാണ് എന്നുള്ളതാണ്. സിന്ദൂരച്ചെപ്പ്, ആഭരണങ്ങൾ ഇതൊന്നും കൈമാറി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അണിയാൻ, അല്ലെങ്കിൽ ചൂടാൻ ഉള്ള സമയമല്ല ഈ വാവ് എടുത്തിരിക്കുന്ന സമയം എന്നുള്ളതാണ്. അത്തരത്തിൽ കൈമാറി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ദോഷമായിട്ടുള്ള സമയമാണ്. സ്ത്രീകൾ ശ്രദ്ധിക്കണം. അറിഞ്ഞിരുന്ന അനർത്ഥം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. അടുത്തത് 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്പലത്തിൽ പോകുന്നവരല്ലാതെ യാതൊരാളുകളും വീട്ടിൽ നിൽക്കുന്ന തുളസി വാവിൻ്റെ അന്ന് പറിക്കരുത് കേട്ടോ. ക്ഷേത്രത്തിൽ കൊടുക്കാൻ നിങ്ങൾ എത്ര വേണമെങ്കിലും തുളസി നുള്ളിക്കൊള്ളൂ, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ മറ്റൊരു കാരണത്തിനും വീട്ടിൽ നിൽക്കുന്ന, വിളക്കിന് വെക്കാനോ എടുത്തോളൂ, അല്ലാതെ മറ്റൊരു കാരണവശാലും തുളസിയെ നോവിക്കാനോ, തുളസി പറിച്ചു കളയാനോ, തുളസി പറിച്ചു മാറ്റുവാനോ, തുളസി മരം വെട്ടിക്കളയാ, അല്ലെ തുളസി ചെടി വെട്ടിക്കളയാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തുളസി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ നാരായണ സാന്നിധ്യമാണ്, ലക്ഷ്മി സാന്നിധ്യമാണ്, ലക്ഷ്മി അവതാരമാണ്. വാവ് ദിവസം പിതൃക്കളുടെ സാന്നിധ്യമുള്ള സമയത്ത് തുളസിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഈശ്വര സമക്ഷം സമർപ്പിക്കപ്പെടാനല്ലാതെ മറ്റൊരു ദ്രോഹം ഉണ്ടാകാതെ നോക്കുകയും വേണം എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പം വെറുതെ പോയി പറിച്ചൊക്കെ ഇടും. അത് ഇന്ന് ശ്രദ്ധിച്ചോണം. വാവ് ദിവസം അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുത്. അടുത്തത് 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സന്ധ്യയ്ക്ക് ശേഷം ലോഹനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യരുത് കേട്ടോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോഹത്തിൽ നിർമ്മിച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് സന്ധ്യ കഴിഞ്ഞ് വാവടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ ചെയ്യരുത്. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാലം വീട് കയറുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. 11ാമത് ഒരു കാര്യവും കൂടെ പറഞ്ഞു നിർത്താം. മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും കണ്ണാടി നിലത്ത് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ണാടി, ചില്ല് പാത്രങ്ങൾ, ചില്ല് ഗ്ലാസ്സുകൾ ഇതൊക്കെ വാവ് ദിവസം വീണുടയുക എന്ന് പറഞ്ഞാൽ മരണദുഃഖമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു കാരണവശാലും ചില്ല് കാര്യങ്ങൾ വീണുടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 11 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ പറഞ്ഞതിൽ തിരിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.